തവസ്സുൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ദുആ നടത്തുക. അള്ളാഹുവിനോട് ദുആ നടത്തുമ്പോൾ അവൻ ഇഷ്ടപ്പെട്ട മഹാത്മാക്കളെ, മഹൽ വസ്തുക്കളെ, അള്ളാഹു തൃപ്തിപ്പെട്ട കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അള്ളാഹുവേ എന്റെ രോഗം നീ ശിഫയാക്കി തരണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹക്ക് കൊണ്ട്, അല്ലെങ്കിൽ നബി തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം കൊണ്ട്, മുഹയ്യിദ്ദീൻ ശൈഖിന്റെ മഹത്വം കൊണ്ട്, ഈരാറ്റുപേട്ടയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഫരീദ് ഔലിയയുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ചൊല്ലിയ സ്വലാത്തുകളുടെ ബറക്കത്ത് കൊണ്ട്, ഞാൻ ചെയ്ത റമദാനിൽ നിസ്കരിച്ച തറാവീഹുകളുടെ ഹക്ക്, ഇങ്ങനെ പുണ്യ കർമ്മങ്ങളാവാം, മഹൽ വ്യക്തികളാവാം, മഹൽ സംരംഭങ്ങളാവാം, എന്തുമാവാം. അത് മുൻനിർത്തിയിട്ട് ചോദ്യം ആരോടാണ്? അള്ളാഹുവിനോടാണ്. ഇതിനാണ് തവസ്സുൽ എന്ന് പറയുക. ഇസ്തിഗാസയാകുമ്പോൾ ആ ചോദ്യം തന്നെ മഹാത്മാക്കളോട്, മഹത്തുക്കളോട് ചോദിക്കുന്നതിനാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. അതിന് മുജാഹിദുകൾ പറയുന്ന അർത്ഥം കുറച്ചുകൂടി വിശാലമാണ്. അപ്പൊ സഹായത്തേട്ടമാകുമ്പോൾ അത് ആ വ്യക്തികളോട്, അഭൗതിക ശക്തികളോട് നേരിട്ട് ചോദിക്കലാണ് ഇസ്തിഗാസ. ഇത് നമ്മൾ